നിങ്ങൾക്ക് വരുന്ന OTP ചോരാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലത്തെ UPI ആപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. കാരണം OTP ചോരാനുള്ള കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ SMS മറ്റൊരു ആപ്ലിക്കേഷൻ മുഖേന വായിച്ചെടുക്കാനുള്ള പെർമിഷൻ നമ്മൾ തന്നെ അലോ ചെയ്തതുകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സെറ്റിങ്സും അതുപോലെ തന്നെ ചോരാനുള്ള കാരണക്കാരനായ ആ ഒരു ആപ്ലിക്കേഷനും കണ്ടെത്തി അതെങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. ഈ സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പ്രൈവസി എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. ഈ പ്രൈവസി അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പ്രൈവസിൻ്റെ കൂടെ സെക്യൂരിറ്റിയും കാണും. അങ്ങനെയാണെങ്കിൽ പ്രൈവസി എവിടെയാണോ കാണിക്കുന്നത് ആ ഒരു പ്രൈവസി എന്ന സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെർമിഷൻ മാനേജർ എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് SMS എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ അലോ ചെയ്ത ഒരുപാട് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അലോ ചെയ്യാത്ത കുറച്ച് ആപ്ലിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ അലോ ചെയ്ത ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്തത് ഈ ഒരു ഭാഗത്ത് ഉണ്ടെങ്കിൽ, ഇനി അതല്ല നിങ്ങൾ ഏതെങ്കിലും മൊബൈൽ ഫോണിലെ പല സെറ്റിങ്സിനും വേണ്ടിയിട്ട് പല കാര്യങ്ങളും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ ഈ ഒരു ഭാഗത്ത് അലോ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഈ ഗൂഗിൾ പേ, ഫോൺ പേ കാര്യങ്ങളൊന്നും അല്ലാതെ നിങ്ങൾക്ക് സംശയിക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഈ ഒരു ഭാഗത്തുണ്ടെങ്കിൽ, ഒരു ഉദാഹരണത്തിന് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത് അലോ എന്നുള്ളത് ബ്ലോക്ക് ആക്കി കൊടുക്കണം. ഇങ്ങനെ ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ ആ ഒരു SMS വരുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇനി രണ്ടാമത്തെ നേരത്തെ പറഞ്ഞ ആ ഒരു സെറ്റിങ്സ് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിട്ട് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അവിടെ ഗൂഗിൾ കാണാൻ സാധിക്കും. ഈ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓൾ സർവീസ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓൾ സർവീസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഓട്ടോഫിൽ ആൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ്റെ ഭാഗത്ത് SMS വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രണ്ട് ഓപ്ഷൻ നിങ്ങൾ മസ്റ്റായിട്ട് ഡിസേബിൾ ആക്കുക. കാരണം ഈ ഡിസേബിൾ ആക്കുന്നതോടുകൂടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ മസ്റ്റായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റെങ്കിലും അറിയിക്കുക. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ